ഹലോ ഓൾ, എല്ലാവർക്കും GK വേൾഡ് ആൻഡ് PSCയുടെ ഇന്നത്തെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ലോവർ ഡിവിഷൻ ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് 2ലേക്ക് കേരള ദേവസ്വം ബോർഡ് ട്രാവൻകൂർ ദേവസ്വം ബോർഡിലേക്ക് 2019 നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. 8/6/2019 ഈ ഒരു പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഞാൻ ആദ്യത്തെ 10 സെറ്റ് മാത്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ഞാൻ എക്സ്പ്ലനേഷൻ വീണ്ടും നമ്മൾ ഒരു ദിവസം എക്സ്പ്ലനേഷനും കൂടി ചെയ്യുന്നതായിരിക്കും. ഇത് നമ്മൾ ഫസ്റ്റ് എടുത്തിരിക്കുന്ന ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഹി വിൽ കം ഹിയർ ടുമോറോ, യൂസ് ദ പ്രോപ്പർ ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കേരള PSCയിൽ പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ കേരള PSCയുടെ പോലെ തന്നെ സിലബസ് തന്നെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഇംഗ്ലീഷിൻ്റെ ഒക്കെ ഉത്തരം വരുന്നത് വോണ്ട് ഹി. എ ഡാഷ് ഓഫ് പോലീസ്മെൻ ആർ ദെയർ അറ്റ് ദ രാജ് ഭവൻ. ഓപ്ഷൻ സി പോസ്. കളക്റ്റീവ് നൗൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ഷീ ഡാഷ് എ റെപ്യൂട്ടേഷൻ ആസ് ആൻ എക്സലന്റ് ഡാൻസർ. ഉത്തരം വരുന്നത് ഷീ ഹാസ് എ റെപ്യൂട്ടേഷൻ ആസ് ആൻ എക്സലന്റ് ഡാൻസർ. ശ്യാം ഹാഡ് ബിൽഡ് ദാറ്റ് ബ്യൂട്ടിഫുൾ ഹൗസ്. അതിനെ നമുക്കിത് പറഞ്ഞിരിക്കുന്നത് പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ്. ഇതിൻ്റെ ഉത്തരം വരുന്നത് ദാറ്റ് ബ്യൂട്ടിഫുൾ ഹൗസ് ഹാഡ് ബീൻ ബിൽഡ് ബൈ ശ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 15th ക്വസ്റ്റ്യൻ ആണ്. ഷീ വണ്ടർഫുൾ കുക്ക് ഈസ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കറക്റ്റായിട്ട് സെൻറ്റൻസ് കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഷീ ഈസ് എ വണ്ടർഫുൾ കുക്ക്. രാമൻ ഈസ് എ സ്കിൽഫുൾ ഡ്രൈവർ. ഇതിനകത്ത് ഈ സ്കിൽഫുൾ എന്ന് പറയുന്ന അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതൊരു അഡ്ജക്റ്റീവാണ്, ഒരാളുടെ കഴിവിനെ സൂചിപ്പിക്കുന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം. ഗീത സെഡ് മൈ ബുക്ക് വിൽ ബി റിലീസ് ടുമോറോ അറ്റ് എ മോഡസ്റ്റ് ഫംഗ്ഷൻ. ഈ ഒരു ചോദ്യം റിപ്പോർട്ട് സെൻറ്റൻസ് ആ പറഞ്ഞിരിക്കുന്നത്. ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആയിരുന്നേ. അടുത്ത 18ാമത്തെ ചോദ്യം. കറക്റ്റ് വേർഡ് എമംഗ് ദ ഫോളോവിങ് സീരീസ് ഈസ് സിവിയർ. The teacher scolded the student for being arrogant. Find out the appropriate phrasal verb for the underlined one. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന വേർഡിൻ്റെ സ്കോൾഡഡ് എന്നുള്ളതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഫ്രേസൽ വേർബാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ടോൾഡ് ഓഫ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൈ ഫാദർ ഈസ് എ കമ്പനി എക്സിക്യൂട്ടീവ്. മൈ മദർ ഈസ് എ ഹോംവർക്ക് മേക്കർ. ഉത്തരം വരുന്നത് വേറാസ് ആണ്. ദ ആപ്പിൾ ഹാസ് ഫാലൻ. ഉത്തരം വരുന്നത് അണ്ടർ ദ ടേബിൾ. ദ ആപ്പിൾ ഹാസ് ഫാലൻ അണ്ടർ ദ ടേബിൾ. ഹീ കിക്ക്ഡ് ദ ബക്കറ്റ് യെസ്റ്റർഡേ. ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ അണ്ടർലൈൻഡ് ഇഡിയം. കിക്ക്ഡ് ദ ബക്കറ്റ് എന്നുള്ളതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഇഡിയം തിരിച്ചറിയാനാണ് നമ്മുടെ പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഡൈഡ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 23rd ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഹോബീസ് വൈൽ ഐ വാസ് എ സ്റ്റുഡൻ്റ് ആണ് വരുന്നത്. Had I the talent dash. Had I the talent, I would have poured my unhappiness into writing a book. ഇനി അടുത്ത ചോദ്യം നോക്കാം. 25ാമത്തെ ചോദ്യം. The handsome man who lives in that huge house is a film actor. Is a film actor കേട്ടോ. ആർട്ടിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം. The prefix pre is used to denote which of the following words. ഉത്തരം വരുന്നത് before ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് സ്ക്രോൾ ചെയ്യട്ടെ. 27ാമത്തെ ചോദ്യം. The elections are round the corner and all the parties വരുന്നത് are with each other in competition. Sita and Geeta are sisters. The former is shy and retiring while the later is an dash. ഉത്തരം വരുന്നത് extrovert. Neither Shiv nor Shyam dash come from the excursion tomorrow. നമുക്ക് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. വരുന്ന ദിവസങ്ങളിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നമ്മളുടെ ചാനൽ വരുന്നതായിരിക്കും. അടുത്തത് 30ാമത്തെ ചോദ്യം. ദ മീനിങ് ഓഫ് ദ ടേം പോസ്റ്റ് സ്ക്രിപ്റ്റ്. അതിൻ്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. റിട്ടൺ ആഫ്റ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോകസഭ സ്പീക്കറായി സേവനമനുഷ്ഠിക്കവേ മരണമടഞ്ഞ ആദ്യത്തെ വ്യക്തി ആരാണ്? GM ബാലയോഗി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 32ാമത്തെ ചോദ്യമാണ്.
അന്തർ സംസ്ഥാന കൗൺസിലിന്റെ രൂപീകരണത്തെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പാണ് 263 വകുപ്പ്. അപരാഹ്നം ആരുടെ കൃതിയാണ്? ONV കുറുപ്പ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആയിരുന്നത് HL ദത്ത്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? ജില്ല വയനാട്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. അമേരിക്കൻ മോഡൽ അറബിൽ കടലിൽ എന്ന മുദ്രാവാക്യം പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം 2010. ഐക്യരാഷ്ട്ര സംഘടനയിലെ US അംബാസഡർ സ്ഥാനത്തേക്ക് രാജിവെച്ച ഇന്ത്യൻ വംശജ ആരാണ്? നിക്കി ഹാലി. അടുത്തത് വിവരാവകാശം ബാധകമല്ലാത്ത ഏക ഇന്ത്യൻ സംസ്ഥാനം. ഈ ചോദ്യം ഇപ്പോൾ ക്യാൻസൽ ആണ് കേട്ടോ, ക്യാൻസൽഡ് ആണ്. ഓസോൺ സുഷിരം ഉണ്ടാകാൻ കാരണമാകുന്ന രാസ സംയുക്തമാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ. കീമോതെറാപ്പിയുടെ പിതാവെന്നറിയപ്പെടുന്നത് പോൾ എർലിക്ക്. അടുത്തത് കരിന്തണ്ടൻ താഴെ സൂചിപ്പിച്ചിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഴിഞ്ഞ പരീക്ഷയ്ക്കും ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്. ഉത്തരം വരുന്നത് താമരശ്ശേരി ചുരം. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പ് പ്രകാരമാണ് പ്രസിഡന്റിന് ലോകസഭയിലേക്ക് 2 ആംഗ്ലോ ഇന്ത്യൻ സമുദായങ്ങളെ നാമനിർദ്ദേശം ചെയ്യുവാൻ? ഇത് ഞാൻ ക്യാൻസൽ ആക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ 47. തോമസ് മുള്ളർ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തോമസ് മുള്ളർ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2010 മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ കുട്ടീസ് റാങ്ക് എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഷാജി N കരുൺ. അടുത്തത് ലോക തപാൽ ദിനം ഒക്ടോബർ 9. തൃക്കുറിഞ്ഞി മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇത് നമ്മളുടെ ചോദ്യം ക്യാൻസൽഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അപ്പാർട്ട് ഫ്രം PSC നമുക്കിവിടെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 2019 നടന്നതാണ്. 20 മാർക്കിൻ്റെ നമ്മൾ PSCയിൽ നിന്ന് പോലെ തന്നെ 20 മാർക്ക് ക്ഷേത്രങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ ഒരു പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നത് 2018 കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. 2018 സാമ്പത്തിക ശാസ്ത്രത്തിന് നമുക്കിപ്പം റീസെൻ്റ്ലി കിട്ടിയ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴത്തെ എക്സാമിന് മുമ്പ് റീസെൻ്റ്ലി കിട്ടിയിരിക്കുന്നത് നോക്കുക കേട്ടോ. റീസെൻ്റുമായിട്ട് നിറഞ്ഞിടയിൽ തൊട്ട് മുമ്പത്തെ വർഷം കിട്ടിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിയാക്കും കേട്ടോ. ശരി, അപ്പോൾ ഇതിന് ഉത്തരം വരുന്ന ഓപ്ഷൻ D ആയിരുന്നേ. ഇനി അടുത്തത് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതാണ്? ഉത്തരം വരുന്നത് സെറിബെല്ലം ആണ്. സെറിബെല്ലം. 53ാമത്തെ ചോദ്യവും ക്യാൻസൽഡ് ആണ്. 54. ഒരു കുതിരശക്തി എത്ര വാട്ട്സിന് തുല്യമാണ്? 746. അടുത്തത് ഷാഡോ ലൈൻസ് എന്ന നോവൽ രചിച്ചത് അമിതാവ് ഘോഷ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ആയിരുന്നു ആറ്റിങ്ങൽ കലാപം. താഴെ പറയുന്നവയിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധമില്ലാത്ത വ്യക്തി ആരാണ്? രാമൻ നമ്പി. 1908 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടുകയും 25 ലണ്ടനിലെ റോയൽ സൊസൈറ്റിയുടെ പ്രസിഡന്റുമായി തീർന്ന ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. 1908 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടി 25 ലണ്ടനിലെ ലോയർ സൊസൈറ്റിയുടെ പ്രസിഡന്റായി. അടുത്തത് മൈലിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? പാവോ ക്രിസ്റ്റാറ്റസ്. ന്യൂട്രോൺ ഇല്ലാത്ത ഏക മൂലകമാണ് ഹൈഡ്രജൻ. രഹസ്യങ്ങൾ ചോർത്തുന്നതിലൂടെ ലോക ശ്രദ്ധ നേടിയ വെബ്സൈറ്റായ വിക്കിലീക്സ് സ്ഥാപിച്ചത് ആരാണ്? ജൂലിയൻ അസാഞ്ച്. അടുത്തത് ടങ്സ്റ്റൺ ഉരുകുന്ന ഊഷ്മാവ് എത്രയാണ്? 3422 ഡിഗ്രി സെൽഷ്യസ്. അടുത്തത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് ഗാഡ്ഗിൽ യോജന എന്ന പേരിൽ അറിയപ്പെടുന്നത്? 3ാം പഞ്ചവത്സര പദ്ധതി. കവി തിലകം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ്
പണ്ഡിറ്റ് കറുപ്പൻ. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന വരികൾ പ്രതിപാദിക്കുന്ന ശ്രീനാരായണ ഗുരുവിന്റെ കൃതി ഏതാണ്? ഉത്തരം ജാതി മീമാംസ. താഴെ പറയുന്നവയിൽ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ഏതാണ്? ബുധൻ. നരേന്ദ്രമോദി സർക്കാരിന്റെ സാമ്പത്തിക പരിഷ്കരണ നടപടികളുടെ ഭാഗമായി നോട്ട് നിരോധനം നടപ്പിലാക്കിയത് എന്ന്? ഇത് ഓർക്കണം, പലവട്ടം PSCയിൽ ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം വരുന്നത് 2016 നവംബർ 8. ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യത്തെ സൗരോർജ ബോട്ടിന്റെ പേര് എന്താണ്? ആദിത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരമാണ് ചണ്ഡീഗഡ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത രേഖപ്പെടുത്തിയിരിക്കുന്നത് ബീഹാറിലാണ്. അടുത്ത ചോദ്യം നോക്കാം. കുറ്റം പറയുക എന്ന പ്രയോഗത്തിന് പകരമായി ഉപയോഗിക്കുന്ന ഒറ്റപ്പദം എന്താണ്? ഉത്തരം വരുന്നത് പഴിക്കുക. പഴിക്കുക. ഇടവം പ്ലസ് പാതി എങ്ങനെ ചേർത്തെഴുതാം? ഇടവപ്പാതി. ഒരേ പദത്തിന് ഒന്നിലധികം അർത്ഥം വന്നാൽ പറയുന്ന പേരാണ് നാനാർത്ഥം. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ അർത്ഥം എന്താണ്? വല്ലപ്പോഴും. കൈ കാല് എന്നീ പദങ്ങളെ സമാസിച്ചാൽ ലഭിക്കുന്ന രൂപമാണ് കൈകാലുകൾ. ഈ നമ്മളുടെ ചിഹ്നത്തിന് മലയാളത്തിൽ പറയുന്ന പേരാണ് ആശ്ചര്യ ചിഹ്നം, എക്സ്ക്ലമേറ്ററി മാർക്ക്. തോമസും സെബാസ്റ്റ്യനും നടക്കുകയും ചെയ്തു. ഈ വാക്യത്തിൽ തെറ്റുണ്ടോ? വ്യാകരണത്തിൽ തെറ്റുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് ഭാഗത്താണ് തെറ്റ് വരുന്നത്? തോമസും സെബാസ്റ്റ്യനും എന്താണ്? നടക്കുകയും ചെയ്തു. അല്ല, വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ, തോമസും സെബാസ്റ്റ്യനും നടക്കുകയാണ് അല്ലെ, അപ്പം നടക്കുകയും ചെയ്തു എന്നുള്ളത് തെറ്റ്. മുതലക്കണ്ണീർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? മുതലക്കണ്ണ്. തീരെ ദുഃഖമില്ലാതെ ദുഃഖം അഭിനയിക്കുക. മരത്തിൽ എന്ന വാക്കിൽ കാണുന്ന വിഭക്തി ഏതാണ്? ആധാരിക. താഴെ പറയുന്നവയിൽ ശരിയായ പദം തിരഞ്ഞെടുക്കുക. വിമ്മിട്ടം. അടുത്ത ചോദ്യം നമുക്കിനി നമ്മളുടെ ക്ഷേത്രകലകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും പറയുമ്പോൾ നമ്മളുടെ LDയുടെ മെയിൻ സിലബസിൽ നമുക്ക് പുതിയ ഒരു മേഖല, പുതിയതല്ല എന്നാലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പറയുന്നത് കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഏരിയ നമ്മളുടെ ഇത്തവണത്തെ 10th മെയിൻസിന്റെ സിലബസിൽ കൊണ്ടിട്ടുണ്ട്. അപ്പൊ അത് ആ ഒരു മേഖലയിൽ നിന്ന് നമുക്ക് ഇനിയും ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ക്വസ്റ്റിന് PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഈ ഒരു ഏരിയ. ശരി, അപ്പൊ നമുക്ക് നോക്കാം. 81ാമത്തെ ചോദ്യമാണ്. ഉത്സവത്തോടനുബന്ധിച്ച് 7.5 പൊന്നാനയെ എഴുന്നള്ളിക്കുന്ന ക്ഷേത്രം ഏതാണ്? ഏറ്റുമാനൂർ. രാമനാട്ടത്തിന്റെ രചയിതാവ് ആരാണ്? കൊട്ടാരക്കര തമ്പുരാൻ. ഭഗവതി ക്ഷേത്രത്തിലെ രൂപകളങ്ങൾക്ക് എത്ര വർണ്ണങ്ങളിലുള്ള പൊടികളാണ് സാധാരണയായി ഉപയോഗിക്കാറ്? 5. അടുത്തത് വേട്ടയ്ക്കൊരു മകൻ കോവിലുകളുടെ വഴിപാട്. അപ്പൊ വേട്ടയ്ക്കൊരു മകൻ കോവിലുകളിലെ വഴിപാട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? നാളികേര മുടക്കലാണ്. രേവതി പട്ടത്താനത്തിന്റെ പേരിൽ പ്രശസ്തമായ കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? നമുക്കറിയാം, കോഴിക്കോട് തളി ക്ഷേത്രം. ഏറ്റവും കൂടുതൽ ഭക്തന്മാർ പങ്കെടുക്കുന്ന ശിവരാത്രി ആഘോഷം എവിടെയാണ്? ആലുവ. വള്ളം കളിയുടെ പേരിൽ പ്രശസ്തമായ ക്ഷേത്രമാണ് ആറന്മുള. 6 വർഷത്തിലൊരിക്കൽ മുറജപം നടക്കുന്ന ക്ഷേത്രം ഏതാണ്? ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. കാന്തല്ലൂർ ശാല പ്രവർത്തിച്ചിരുന്നതായി കരുതപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? വലിയശാല. അടുത്ത ചോദ്യം. കുത്തിയോട്ടം എന്ന അനുഷ്ഠാനത്തിന് പ്രാധാന്യമുള്ള ആലപ്പുഴ ജില്ലയിലെ ക്ഷേത്രം ഏതാണ്? ചെട്ടിക്കുളങ്ങര. കഥകളി നിത്യവും വഴിപാടായി നടത്തുന്ന ക്ഷേത്രം ഏതാണ്? ഇതിനകത്ത് നമുക്ക് ചോദ്യം ക്യാൻസൽഡ് ആണ്. ഇത് നിങ്ങളോട് ചോദിക്കുകയാണ്, കഥകളി നിത്യവും വഴിപാടായി നടത്തുന്ന ക്ഷേത്രം ഏതാണ്? ആൻസർ കമന്റ് ചെയ്യാട്ടോ അറിയാവുന്നവര്. അടുത്ത വീഡിയോയിൽ ഞാൻ അതിന്റെ ആൻസർ പറയുന്നതായിരിക്കും. അടുത്തത്, തിരുവാർപ്പുശ എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം വരുന്നത് തിരുവാർപ്പിലെ പ്രധാനമായിട്ടുള്ള ഒരു പായസ നിവേദ്യത്തെയാണ് അറിയപ്പെടുന്നത്. ശരി, അടുത്ത ചോദ്യം. മികച്ച ചന്ദനമുട്ടികൾ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? മറയൂര്. കുങ്കുമം
പ്രസാദമായി നൽകുന്നത് ഏത് ക്ഷേത്രത്തിലാണ്? ദുർഗാ ക്ഷേത്രത്തില്. കേരള സംസ്ഥാനത്തിലെ ദേവസ്വം മന്ത്രി, ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി ആര്? ചോദ്യമാണ്, ആൻസർ ചെയ്യാട്ടോ. അപ്പം ഇപ്പോഴത്തെയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ദേവസ്വം രാധാകൃഷ്ണൻ അല്ലെ? ശരി, അടുത്ത ചോദ്യം. ഇടയ്ക്ക എന്ന വാദ്യം ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? എപ്പോഴാണ്? സോപാന ആലാപന വേളയിലാണ്. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്താണ്? നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ചോദ്യമാണ് അമ്പലപ്പുഴയിലെ പാൽപ്പായസം അല്ലെ? പടത്തിപ്പഴം ഇഷ്ടനിവേദ്യമായ ദേവൻ ആരാണ്? ഇതിന്റെ ഉത്തരം വരുന്നത് ആരാണ്? ശ്രീവല്ലഭൻ. അപ്പൊ ഞെരളത്തെ രാമപൊതുവാൾ ആരായിരുന്നു? നമുക്കറിയാം, വളരെ ഫേമസ് ആയിട്ടുള്ള സോപാന ഗായകനാണ് അദ്ദേഹം. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? ശ്രീനാരായണ ഗുരു. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് 2019 LDയുടെ ചോദ്യ പേപ്പറാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇനിയും നമ്മളുടെ ചാനലിൽ നിങ്ങൾ LDക്ക് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ PSCക്ക് ചെയ്യുന്ന സെയിം സിലബസ് തന്നെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക, മാക്സിമം ഇത് നിങ്ങളുടെ കൂട്ടുകാർ കൂടി എത്തിക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മളുടെ സൗജന്യ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എൻ്റെ ഡെയിലി ലൈവ് ക്ലാസ് നിങ്ങൾക്ക് അൺഅക്കാഡമി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിനി എല്ലാ ദിവസവും ജൂണിൽ ഇനി അടുത്ത് നമുക്ക് 25-ാം തീയതി ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ള പുതിയ മോഡൽ ലക്ഷ്യം എന്ന് പറയുന്ന ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഉണ്ട്. ഒപ്പം കൂടെ എല്ലാ ദിവസവും രാത്രി 8 മണിക്കും 9:30 നമുക്ക് ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ ലഭിക്കുന്നുണ്ട്. അൺഅക്കാഡമി ആപ്പ് വഴിയാണ്. സ്പെഷ്യൽ ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെയുള്ള ക്ലാസ്സുകളായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഇതൊന്ന് എത്തിച്ചു കൊടുക്കുക. താങ്ക്